ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അത്യുന്നതമായ ഒരു കൊടുമുടി കയറുന്നതിനേക്കാൾ കൂടുതൽ സാഹസികമായ ഒരു സംരംഭമാണ് ദൈവ സായുജ്യം പ്രാപിക്കുന്നതിനുള്ള ശ്രമം. ദൈവിക പുണ്യങ്ങളുടെ നലം തികഞ്ഞ അഭ്യസനം മൂലം സമ്പൂർണമായ ദൈവ ഐക്യത്തിന് പ്രതിബദ്ധമാകാവുന്ന സകലത്തിൻ്റെയും ശുദ്ധീകരണം, ഉന്മൂലനം, വിലോപനം എന്നിവയ്ക്ക് വിശുദ്ധ യോഹന്നാൻ ക്രൂസ് മികച്ച പ്രാധാന്യം നൽകുന്ന ഒരു ഗ്രന്ഥമാണ് നാം ഇന്ന് ചിന്താവിഷയമാക്കുന്നത്. ഏവർക്കും സുപരിചിതമായ കർമ്മല മലയേറ്റം ഇരുണ്ട രാത്രി എന്ന വിശുദ്ധ യോഹന്നാൻ ക്രൂസിന്റെ ഈ ഗ്രന്ഥം വിവർത്തനം ചെയ്തിരിക്കുന്നത് ഫാദർ ഹെർമൻ OCD ആണ്. 4 പുസ്തകങ്ങളായിട്ടാണ് ഈ ഗ്രന്ഥം എഴുതിയിരിക്കുന്നത്. ഈ ഓരോ പുസ്തകങ്ങളിലും ആത്മാവിൻ്റെ വിവിധ തരത്തിലുള്ള ശുദ്ധീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. 1-ാം പുസ്തകം ഐന്ദ്രിക മണ്ഡലത്തിൻ്റെ ശുദ്ധീകരണം പറയുമ്പോൾ, 2-ാം പുസ്തകത്തിൽ കർമ്മിഷ്ഠ രാത്രി, ബുദ്ധിയെ വിശ്വാസം കൊണ്ട് നിറയ്ക്കുന്ന രാത്രി എങ്ങനെ ആയിരിക്കണമെന്ന് വിശദീകരിക്കുന്നു. 3-ാം പുസ്തകത്തിൽ ഓർമ്മയെ ശരണം കൊണ്ട് നിറയ്ക്കേണ്ട വഴികളെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. 4-ാം പുസ്തകമാണ് ആത്മാവിൻ്റെ കർമ്മസഹരാത്രി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ പുസ്തകത്തിലാണ് ആത്മാവ് തൻ്റെ സായുജ്യം പ്രാപിച്ച് ദൈവത്തിൽ എത്തിച്ചേരുന്ന വഴികൾ വിവരിക്കുന്നത്. ഇത്ര മനോഹരമായി തൻ്റെ ജീവിത വഴികളെ, ആത്മീയ ജീവിത വഴികളെ സ്വന്തം ജീവിത അനുഭവത്തിലൂടെ അവതരിപ്പിക്കുന്ന വിശുദ്ധ യോഹന്നാൻ ക്രൂസിൻ്റെ ഈ പുസ്തകം ജീവിതത്തിൽ ധ്യാനിക്കാത്ത ഒരു കർമ്മരീത സന്യാസി പോലും ഇല്ല. ചൂടുവെള്ളം അടയ്ക്കാതെ വെച്ചിരുന്നാൽ എളുപ്പത്തിൽ തണുത്തു പോകുന്നത് പോലെയും, സുഗന്ധ തൈലം തുറന്നു വെച്ചിരുന്നാൽ അതിൻ്റെ പരിമളവും സൗരഭ്യവും നഷ്ടപ്പെടുന്നത് പോലെയും, ദൈവത്തിൻ്റെ പേരിലുള്ള ഇച്ഛയിൽ ഏകാഗ്രത പാലിക്കാത്ത ആത്മാവ് പുണ്യത്തിൻ്റെ തീക്ഷ്ണതയും ശക്തിയും നഷ്ടപ്പെടുത്തുന്നു. 1-ാം പുസ്തകത്തിലെ 10-ാം അധ്യായത്തിലെ വാക്കുകളാണിത്. എത്ര മനോഹരമായാണ് അനുദിന ജീവിതത്തിലെ ചില ഉദാഹരണങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ആത്മാവിൻ്റെ അവസ്ഥയെ വിശുദ്ധൻ വ്യാഖ്യാനിക്കുന്നത്. ഇച്ഛകൾ ആത്മാവിൻ്റെ ശക്തിയെ ക്ഷയിപ്പിക്കുന്നത് മരത്തിന്മേൽ വളരുന്ന ഇത്തിൽ കണ്ണികൾ പോലെയാണ്. ഇവ പിടിച്ചു വളരുന്നത് വൃക്ഷങ്ങളുടെ ഓജസ് കുറയ്ക്കുകയും അതിനെ ഫലശൂന്യമാക്കുകയും ചെയ്യും. ഈ ഇത്തിൽ കണ്ണികൾ മനോഹരമായി പുറമേ എല്ലാവർക്കും തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അത് വൃക്ഷത്തിൻ്റെ ജീവരസത്തെ വലിച്ചെടുക്കുകയാണ്, അതിനെ നശിപ്പിക്കുകയാണ്. പ്രകൃതിയിലെ പല ഉദാഹരണങ്ങൾ മനോഹരമായി അവതരിപ്പിച്ച് ആത്മാവിൽ അടിഞ്ഞുകൂടുന്ന ഇത്തിക്കണ്ണികളെ മനസ്സിലാക്കാൻ, അവയെ പറിച്ചു മാറ്റാൻ എത്ര ലളിതമായി സുന്ദരമായി ഈ ഗ്രന്ഥം നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ ചില വാക്കുകളിലൊക്കെ ഇത് വളരെ ഗഹനമാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ നമ്മുടെ ആത്മാവിനെ തുറന്നു വച്ചുകൊണ്ട് ഈ ഗ്രന്ഥത്തിന് മുൻപിൽ നാം ആയിരുന്നാൽ നമ്മുടെ യഥാർത്ഥ അവസ്ഥ തിരിച്ചറിയാനും, കർമ്മലയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാനും, ആ മലയുടെ ഏറ്റവും ഉന്നതത്തിലെത്തി സ്വർഗ സായുജ്യം പ്രാപിക്കുവാനും നമുക്ക് കഴിയുമെന്ന് അനേകർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഗ്രന്ഥം എന്നും നമ്മുടെ ജീവിത സഹചാരിയാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.